എല്ലാം സാധാരണമായിരുന്നു ആ 10 സെക്കൻഡ് വരെ. 1986 ഏപ്രിൽ 26 രാത്രി 1:23 ഉക്രൈനിലെ ഒരു ചെറിയ നഗരം പ്രിപ്യാഡ്. ആ നഗരത്തിൽ ഏകദേശം 50,000 ആളുകൾ താമസിച്ചിരുന്നു. കുട്ടികൾ സമാധാനമായി ഉറങ്ങുകയായിരുന്നു. മാതാപിതാക്കൾ അടുത്ത ദിവസത്തെ ജോലിയെക്കുറിച്ച് ചിന്തിച്ച് ഉറക്കത്തിലായിരുന്നു. ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല, ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവരുടെ ജീവിതം എന്നേക്കുമായി മാറുമെന്ന്. പ്രിപ്യാഡിൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം അകലെ ചെർണോബിൽ ആണവ നിലയം. അവിടെ റിയാക്ടർ നമ്പർ 4-ൽ ഒരു സുരക്ഷാ പരിശോധന നടക്കുകയായിരുന്നു. വൈദ്യുതി പോയാൽ അടിയന്തര സംവിധാനങ്ങൾ എത്ര സമയം പ്രവർത്തിക്കും? അതാണ് പരിശോധിക്കേണ്ടത്. ഇത് പുതിയ പരീക്ഷണമല്ല, മുമ്പും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടന്നിരുന്നു. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പല എഞ്ചിനീയർമാരും ഇന്നത്തെ രാത്രിയും സാധാരണ പോലെ അവസാനിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ പരിശോധനയ്ക്കിടെ റിയാക്ടറിൻ്റെ പ്രവർത്തനം അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാറാൻ തുടങ്ങി. കൺട്രോൾ റൂമിലെ ചില മീറ്ററുകൾ അസാധാരണമായ റീഡിങ്ങുകൾ കാണിച്ചു. അലാറങ്ങൾ മുഴങ്ങിത്തുടങ്ങി. മുറിക്കുള്ളിൽ ഒരു നിമിഷം നിശബ്ദത. എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യമുയർന്നു. അവസ്ഥ നിയന്ത്രണത്തിലാക്കാൻ അടിയന്തര ബട്ടൺ അമർത്തി. സുരക്ഷയ്ക്കായി രൂപകൽപ്പന ചെയ്ത ആ നടപടി ആ രാത്രിയിൽ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. അടുത്ത നിമിഷം ഒരു ഭീമൻ സ്ഫോടനം. ഭൂമി കുലുങ്ങി. റിയാക്ടറിൻ്റെ മുകളിലെ കനത്ത കോൺക്രീറ്റ് മൂടി തകർന്നു. തീയും അവശിഷ്ടങ്ങളും ആകാശത്തേക്ക് ഉയർന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്നവർക്ക് ഒരു കാര്യം അറിയില്ലായിരുന്നു. അവരെ കൊല്ലാൻ പോകുന്നത് തീയല്ലായിരുന്നു, കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത റേഡിയേഷനായിരുന്നു എന്ന്. തീയേക്കാൾ ഭയാനകമായ ശത്രു. സ്ഫോടനത്തിന് ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ഫയർ സ്റ്റേഷനിലെ ഫോൺ മണിഞ്ഞു. ചെർണോബിൽ ആണവ നിലയത്തിൽ തീപിടിച്ചു. ഇത്രമാത്രം വിവരമാണ് ലഭിച്ചത്. അതൊരു സാധാരണ തീപിടുത്തമാണെന്ന് എല്ലാവരും കരുതി. അതിനാൽ ഒരു നിമിഷം പോലും വൈകാതെ ഫയർഫോഴ്സ് വാഹനങ്ങൾ ആണവ നിലയത്തിലേക്ക് പാഞ്ഞു. അവരിൽ പലരും 20-നും 30-നും ഇടയിൽ പ്രായമുള്ള യുവ അഗ്നിശമന സേനാംഗങ്ങളായിരുന്നു. അവരുടെ ഒരേയൊരു ലക്ഷ്യം തീ അണയ്ക്കുക. പക്ഷേ അവിടെ എത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച സാധാരണ തീയല്ലായിരുന്നു. റിയാക്ടറിൻ്റെ മുകളിലേക്ക് നീല നിറത്തിലുള്ള ഒരു വിചിത്ര പ്രകാശം ഉയരുന്നുണ്ടായിരുന്നു. ചുറ്റും കരിഞ്ഞ കല്ലുകൾ ചിതറിക്കിടന്നു. അറിയാതെ ചില അഗ്നിശമന സേനാംഗങ്ങൾ ആ കല്ലുകൾ കൈകൊണ്ട് പോലും എടുത്തു നോക്കി. അവർക്കറിയില്ലായിരുന്നു അവ സാധാരണ കല്ലുകളല്ല, അതിശക്തമായ റേഡിയേഷൻ പുറപ്പെടുവിപ്പിക്കുന്ന റിയാക്ടറിൻ്റെ ഗ്രാഫൈറ്റ് കഷ്ണങ്ങളായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ചിലർക്ക് തലവേദന തുടങ്ങി, ചിലർക്ക് ഛർദി, വായിൽ ഇരുമ്പിൻ്റെ രുചി അനുഭവപ്പെട്ടു. ഒരാൾ പറഞ്ഞു, എനിക്ക് ശരീരം മുഴുവൻ കത്തുന്നത് പോലെ തോന്നുന്നു. പക്ഷേ ആരും ജോലി നിർത്തിയില്ല, കാരണം അവർക്ക് തീ അണയ്ക്കേണ്ടതായിരുന്നു. അവർക്കറിയില്ലായിരുന്നു ഓരോ നിമിഷവും അവരുടെ ശരീരത്തിനുള്ളിലേക്ക് മരണം നിശബ്ദമായി കയറുന്നുണ്ടായിരുന്നു എന്ന്. അതേസമയം ആണവ നിലയത്തിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രം അകലെയുള്ള പ്രിപ്യാഡ് നഗരത്തിൽ ജനങ്ങൾ ഇപ്പോഴും സമാധാനമായി ഉറങ്ങുകയായിരുന്നു. അവർക്കറിയില്ലായിരുന്നു അദൃശ്യമായ റേഡിയേഷൻ അവരുടെ നഗരത്തെയും ഇതിനോടകം കീഴടക്കിയിരുന്നു എന്ന്. മരണം വായുവിലുണ്ടായിരുന്നു, പക്ഷേ ആർക്കും അത് കാണാൻ കഴിഞ്ഞില്ല. ഏപ്രിൽ 26 രാവിലെ പ്രിപ്യാഡ് നഗരം പതിവ് പോലെ ഉണർന്നു. ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പോലെ. കുട്ടികൾ കളിക്കാൻ പുറത്തേക്കിറങ്ങി. ചിലർ മീൻ പിടിക്കാൻ നദിയിലേക്ക് പോയി, ചിലർ മാർക്കറ്റിലേക്ക് നടന്നു. വീട്ടമ്മമാർ ജനലുകൾ തുറന്നു. പക്ഷേ അവർ ശ്വസിച്ച ഓരോ ശ്വാസത്തിലും കാണാൻ കഴിയാത്ത റേഡിയേഷൻ ഉണ്ടായിരുന്നു. ആണവ നിലയത്തിന് മുകളിലൂടെ ഉയർന്ന പുക കാറ്റിനൊപ്പം നഗരത്തിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ആർക്കും അതിൻ്റെ മണമില്ല, നിറമില്ല, ശബ്ദമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭയം. അതേസമയം ചില ഉദ്യോഗസ്ഥർക്ക് ദുരന്തത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ തുടങ്ങി. പക്ഷേ നഗരം ഉടൻ ഒഴിപ്പിച്ചില്ല. മണിക്കൂറുകൾ കടന്നുപോയി. ആളുകൾ അവരുടെ സാധാരണ ജീവിതം തുടർന്നു. വൈകുന്നേരമായപ്പോൾ ചില കുട്ടികൾക്ക് ഛർദി തുടങ്ങി, ചിലർക്ക് തലവേദന, ചിലരുടെ കണ്ണുകൾ കത്തി. എന്നിട്ടും ഇത് എന്തുകൊണ്ടാണെന്ന് ആർക്കും മനസ്സിലായില്ല. ഒടുവിൽ ഏകദേശം 36 മണിക്കൂറുകൾക്ക് ശേഷം നഗരമൊട്ടാകെ ഒരു പ്രഖ്യാപനം മുഴങ്ങി. എല്ലാവരും ശ്രദ്ധിക്കുക, താൽക്കാലികമായി നഗരം ഒഴിയണം. ആവശ്യമായ സാധനങ്ങൾ മാത്രം എടുത്താൽ മതി. 3 ദിവസത്തിനകം നിങ്ങൾക്ക് തിരികെ വരാം. ആളുകൾ അത് വിശ്വസിച്ചു. വീടുകൾ പൂട്ടി. വളർത്തുമൃഗങ്ങളെ വീട്ടിൽ വിട്ടു. കളിപ്പാട്ടങ്ങൾ, ഫോട്ടോ ആൽബങ്ങൾ, സ്വപ്നങ്ങൾ എല്ലാം അവിടെ തന്നെ വിട്ട് അവർ ബസ്സുകളിൽ കയറി. പക്ഷേ അവർക്കറിയില്ലായിരുന്നു അവർ സ്വന്തം വീടുകൾ അവസാനമായി കാണുകയായിരുന്നു. ഒരു നഗരം രക്ഷിക്കാൻ ആയിരങ്ങൾ മരണത്തെ നേരിട്ടു. പ്രിപ്യാഡ് നഗരം ഒഴിപ്പിച്ചെങ്കിലും ചെർണോബിൽ ദുരന്തം അവസാനിച്ചിരുന്നില്ല. റിയാക്ടർ നമ്പർ 4 ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ തീ അണച്ചില്ലെങ്കിൽ കൂടുതൽ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ അന്തരീക്ഷത്തിലേക്ക് പടരുമായിരുന്നു. അപ്പോൾ സർക്കാർ ഒരു തീരുമാനം എടുത്തു. എന്ത് വില കൊടുത്തും ഇത് നിർത്തണം. അടുത്ത ദിവസം ഹെലികോപ്റ്ററുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി റിയാക്ടറിന് മുകളിലൂടെ പറന്നു. അവയിൽ ഉണ്ടായിരുന്നത് മണൽ, ബോറോൺ, മറ്റ് പ്രത്യേക വസ്തുക്കൾ. അവർ റിയാക്ടറിന് മുകളിലേക്കിട്ടു. ഓരോ പറക്കലും അവരുടെ ജീവന് വലിയ അപകടമായിരുന്നു. എന്നിട്ടും അവർ തിരിഞ്ഞില്ല. അതേസമയം നൂറുകണക്കിന് എഞ്ചിനീയർമാരും തൊഴിലാളികളും റിയാക്ടറിന് ചുറ്റും ജോലി ചെയ്യുകയായിരുന്നു. ചിലർക്ക് അവർ അത്ര അപകടകരമായ സാഹചര്യത്തിലാണ് ജോലി ചെയ്യുന്നതെന്ന് അറിയാമായിരുന്നു. എന്നിട്ടും അവർ ഒരു കാര്യം മാത്രം ചിന്തിച്ചു, ഇന്ന് നിയന്ത്രിച്ചില്ലെങ്കിൽ കൂടുതൽ ആളുകൾ അപകടത്തിലാകും. പിന്നീട് ലക്ഷക്കണക്കിന് ആളുകൾ ചേർന്ന് തകർന്ന റിയാക്ടറിന് മുകളിൽ ഒരു വലിയ കോൺക്രീറ്റ് കവചം നിർമ്മിച്ചു. അത് റേഡിയേഷൻ കൂടുതൽ പുറത്തേക്ക് പടരാതിരിക്കാൻ വേണ്ടിയായിരുന്നു.
ആ ദൗത്യത്തിൽ പങ്കെടുത്ത പലരും സ്വന്തം ആരോഗ്യം പോലും ത്യജിച്ചു. അവരുടെ ധൈര്യം ഇന്നും ലോകം ഓർക്കുന്നു. പക്ഷേ ചെർണോബിലിൻ്റെ കഥ അവിടെ അവസാനിച്ചില്ല. ആ ദുരന്തത്തിൻ്റെ അടയാളങ്ങൾ ഇന്നും അവിടെ നിലനിൽക്കുന്നു. 40 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ നഗരം ഇന്നും നിശബ്ദമാണ്. ഇന്ന് ചെർണോബിലിന് സമീപം പ്രിപ്യാഡ് നഗരത്തിലേക്ക് പോയാൽ നിങ്ങൾ കേൾക്കുന്നത് നിശബ്ദത മാത്രമാണ്. ഒരു കാലത്ത് 50,000-ത്തിലധികം ആളുകൾ ജീവിച്ചിരുന്ന നഗരം ഇന്ന് മനുഷ്യരില്ലാത്തൊരു നഗരമായി മാറിയിരിക്കുന്നു. സ്കൂളുകൾ അന്നത്തെ പുസ്തകങ്ങളുമായി ഇപ്പോഴും നിൽക്കുന്നു. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ അവർ ഉപേക്ഷിച്ച അതേ സ്ഥലത്ത്. ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ആദ്യമായി തുറക്കാൻ തയ്യാറായി നിന്നിരുന്നു. പക്ഷേ അതൊരിക്കലും കുട്ടികളോട് ചിരികിയിട്ടില്ല. തുരുമ്പെടുത്ത ഫെറിസ് വീൽ ഇന്നും അവിടെ നിശബ്ദമായി നിൽക്കുന്നു. കാലം മാറി, പക്ഷേ ചില പ്രദേശങ്ങളിൽ റേഡിയേഷൻ്റെ അളവ് ഇപ്പോഴും സാധാരണ നിലയേക്കാൾ കൂടുതലാണ്. എങ്കിലും ഈ ദുരന്തം ലോകത്തെ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. ആണവ നിലയങ്ങളുടെ സുരക്ഷാ നിയമങ്ങൾ പല രാജ്യങ്ങളും ശക്തമാക്കി. അപകട സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം എന്നത് വീണ്ടും വിലയിരുത്തി. ചെർണോബിൽ ഒരു സ്ഫോടനത്തിൻ്റെ കഥ മാത്രമല്ല, ഉത്തരവാദിത്വത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും മനുഷ്യധൈര്യത്തിൻ്റെയും കഥ കൂടിയാണ്. ഇന്ന് ആ നഗരം നിശബ്ദമാണ്, പക്ഷേ അത് ലോകത്തോട് പറയുന്ന മുന്നറിയിപ്പ് ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ പിഴവ്, ഒരു രാത്രി, ഒരു നഗരം, പക്ഷേ അതിൻ്റെ ആഘാതം ലോകം മുഴുവൻ അനുഭവിച്ചു. ചരിത്രം പഠിക്കുന്നത് ഭൂതകാലം അറിയാൻ മാത്രമല്ല, അതേ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനാണ്. ഇത്തരത്തിലുള്ള യഥാർത്ഥ ചരിത്രവും ശാസ്ത്രവും സർവൈവൽ കഥകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു അവിശ്വസനീയമായ യഥാർത്ഥ കഥയുമായി വീണ്ടും